ഹലോ ഫ്രണ്ട്സ്, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നത്തെ വീഡിയോയിൽ കാണുന്ന പോലെ അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തി, പൊറോട്ട, റൈസ് എന്നുവേണ്ട എന്തിൻ്റെ കൂടെയും അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അധികം അങ്ങ് ചതഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ തന്നെ കിടക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞ സവാളയാണ്, 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ കനം കുറച്ച് തന്നെ അരിയണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മുടെ റോസ്റ്റ് ഒന്ന് കുഴഞ്ഞ് നല്ലൊരു പരുവത്തിലിരിക്കണമെങ്കിൽ ആ സവാള ഇതുപോലെ തന്നെ കനം കുറച്ച് അരിയണം. സവാള അരിഞ്ഞതിന് ശേഷം ഒന്ന് നമ്മുടെ കൈവച്ച് ഒന്ന് പുരട്ടി കൊടുത്താൽ ഇതുപോലെ അങ്ങ് ആയി കിട്ടും. സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്താൽ സവാള വേഗം ഒന്ന് വാടി കിട്ടും. സവാള ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് സവാള ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ റോസ്റ്റിനായതുകൊണ്ട് സാധാരണ ചിക്കൻ കറിക്ക് വഴറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടി മൂത്ത് വരുന്ന ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കണം. ഇതേ ഒരു രീതിയിൽ നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നന്നായി പഴുത്ത 2 തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റായി വരണം, അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ആ ഒരു മസാല നല്ല കുഴഞ്ഞൊരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ആ മസാലയിലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊന്നും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കില്ല. ആ ഒരു മസാലയിൽ നമ്മുടെ ഈ ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കണം, അത് രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. തീയൊന്നും കൂട്ടിയിട്ട് കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ തന്നെ നമ്മുടെ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അടുക്കി പിടിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ തീയിൽ സമയമെടുത്ത് തന്നെ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ 10 മിനിറ്റ് വീതം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി വരും. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ആ ഒരു മസാലയിലൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗരം മസാല കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ നോമ്പ് കാലമൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അരിപ്പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.